ഒന്നായി, രണ്ടായി, മൂന്നായി, ചിലപ്പോൾ നാലായവരുണ്ടാകും. അങ്ങനെ കുറേ അറ്റംപ്റ്റായി എഴുതിക്കൊണ്ടിരിക്കുന്നു CA ഫൗണ്ടേഷൻ. ബട്ട് ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. എവിടെയാണ് പ്രോബ്ലം, എവിടെയാണ് ലാപ്സ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റുന്നില്ല. അപ്പം നിങ്ങളിപ്പോൾ അഡ്രസ്സ് ചെയ്യുന്ന, നിങ്ങൾ ഫേസ് ചെയ്യുന്ന മെയിനായിട്ട് 2 പ്രോബ്ലംസ്. ഒന്ന് നിങ്ങളെ പേഴ്സണൽ പ്രോബ്ലംസ് ആയിരിക്കും, മറ്റ് നിങ്ങളെ പാരൻസിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഈ വീഡിയോയിൽ പാരൻസിൻ്റെ പ്രോബ്ലംസ് നമുക്ക് അഡ്രസ്സ് ചെയ്യാം. അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ പാരൻസിനോടാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് CA എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കോഴ്സാണ്. ഇവിടെ നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ സ്റ്റുഡൻസ്, നിങ്ങൾക്കറിയാം, നിങ്ങളെ ഫൗണ്ടേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസ് മക്കളൊക്കെ, നിങ്ങളെ ചിൽഡ്രൻസൊക്കെ ഓൾറെഡി +2 കഴിഞ്ഞവരാണ്. നിങ്ങൾ SLC കണ്ടതുപോലെയല്ല +2 കണ്ടതുപോലെ. +2 SLCയിലൊക്കെ നിങ്ങൾ കുറേ A+കളുടെ എണ്ണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണും, പാസ്സായാൽ തന്നെ വലിയ സംഭവമാണ്. ഓക്കെ, അതിൽ 100 പേര് എഴുതി കഴിഞ്ഞാൽ 10-20 പേര് മാത്രമേ മാക്സിമം പാസ്സാവുന്നുള്ളൂ. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 10-30 സ്റ്റുഡൻസ് ഉള്ള ഒരു ബാച്ചിൽ മാക്സിമം പോയാൽ ഒരു 5-6 സ്റ്റുഡൻസ് നോർമലി നിങ്ങൾക്ക് ആവറേജ് ആയിട്ട് പാസ്സായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട, ഈ ടഫസ്റ്റ് കോഴ്സ് പാസ്സാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് സ്റ്റുഡൻസ് നല്ല എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സ്റ്റുഡൻസിനെ ചിലപ്പം പഠിക്കുക എന്ന് പറഞ്ഞാൽ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ബട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ പുഷ് ചെയ്യൽ മാത്രമല്ല ഒരു ഗുഡ് പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പം അതായത് ഒരു സ്റ്റുഡൻറ്റ് ഇപ്പം ഞാൻ തന്നെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിചാരിച്ചോലെ പഠിക്കാൻ പറ്റാതെ, പഠിച്ചതൊന്നും ഓർമ്മയില്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ ആ സമയത്ത് വന്നിട്ട് എൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ എൻ്റെ പേരൻ്റ് വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്, നീ ഒന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്, പഠിച്ചൂടെ എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഫ്രസ്ട്രേഷന് പുറമെ ഫ്രസ്ട്രേഷനാണ്. അപ്പം എല്ലാ ടൈമും പഠിക്കുന്ന പറയലല്ല ഒരു നല്ല സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ കുട്ടികൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ട് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നിങ്ങൾ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് അങ്ങനെയല്ല, നിങ്ങൾ ആ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് വെറുതെ അതിൻ്റെ അടുത്തോട്ട് ചിലപ്പോൾ നിങ്ങൾ അടിച്ചു വാരുന്നതായിരിക്കും. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ അടുത്തോട്ട് അടിച്ചു വാരാൻ പോയിട്ടുണ്ടാവും, അല്ലെ തുടക്കാൻ പോയിട്ടുണ്ടാവും. ആ സമയത്ത് വെറുതെ ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എത്തി നോക്കുക, ആ കുട്ടി എന്താണ്, നിങ്ങളെ കുട്ടി എന്താണ് പഠിക്കുന്നത്, ജസ്റ്റ് എന്ത് ചെയ്യുക, എത്തി നോക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി ആ കുട്ടിനോട് ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പിക്കാതെ നിങ്ങൾ ആ കുട്ടിനെ വീക്ഷിക്കുന്ന കുട്ടിക്ക് മനസ്സിലാവുകയും ചെയ്യണ്ട. നിങ്ങൾ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ അടുത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നോക്കിയാൽ മതി ഏതൊക്കെ സബ്ജക്ട്. ചിലപ്പോൾ ആ കുട്ടി എണീച്ച് പോയ സമയത്ത് വെറുതെ ആ ബുക്ക് തുറന്നിട്ട് ആ ബുക്കിന്റെ ബാക്കിലെ പേരൊക്കെ എന്താണെന്ന് പഠിക്കുക, ഏതൊക്കെ സബ്ജക്റ്റ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാം, ആ കുട്ടി ഏറ്റവും കൂടുതൽ, നിങ്ങളെ കുട്ടി ഏറ്റവും കൂടുതൽ തുറന്നു വെക്കുന്ന സബ്ജക്റ്റ് ഏതാണ്. അപ്പം എന്നിട്ട് പിന്നെ ഒരു നല്ലൊരു മൊമെന്റ് കിട്ടുമ്പോൾ ചോദിക്കുക, എന്തുകൊണ്ട് നീ ആ സബ്ജക്റ്റ് കൂടുതൽ പഠിക്കുന്നത്. അപ്പൊ 2 കാരണങ്ങളുണ്ടാവും. അപ്പം ഒരു സ്റ്റുഡൻറ്, 2 ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ചില ആൾക്കാർ അവർക്ക് കംഫർട്ടായ സബ്ജക്റ്റ് തന്നെയായിരിക്കും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അത് സ്റ്റുഡൻസിന് ഏറ്റവും വലിയ പ്രശ്നമാണ്, അതിനെ പറയാം. ഓക്കെ, ചില കുട്ടികളുണ്ടാവും അവർക്ക് വീക്കായ സബ്ജക്റ്റ് ആയിരിക്കും എല്ലാ ടൈമും എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. 2 ടൈപ്സ് ഓഫ് സ്റ്റുഡൻസ് ഉള്ളത്. ഒരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് അവർക്ക് എപ്പോഴും കംഫർട്ടായ സബ്ജക്റ്റ് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കാം. അവർ പഠിച്ച ചാപ്റ്റർ അവർക്ക് ഈസിലി പഠിക്കാൻ പറ്റുന്നത്, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞെന്ന് ഫീൽ കിട്ടുമ്പോൾ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ വരാം. ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീക്ക് പോയിന്റ് എവിടെയാണോ അത് പഠിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, ആ വീക്ക് പോയിന്റ് എത്രത്തോളം സെറ്റാവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് സെറ്റായി എന്ന് ഫീൽ വരുമ്പോൾ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ വരാം. ഫസ്റ്റത്തെ പോയിന്റ് ഓഫ് ആൾക്കാർ ഡേഞ്ചർ സോണിലാണ്. സെക്കൻഡ് ആൾക്കാരാണ് കുറച്ചും കൂടി നല്ല വേ ഓഫ് മെത്തേഡ് ചൂസ് ചെയ്ത ആൾക്കാർ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് നിങ്ങളെ കുട്ടി എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. സോ നിങ്ങളെ കുട്ടീനെ ശരിക്കും മനസ്സിലാക്കി അവരെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേട്ടിട്ട് അവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില കുട്ടികൾ ചിലപ്പോൾ നിങ്ങളോട് അവരെ പ്രശ്നം ഓപ്പൺ അപ്പ് ആവാൻ തയ്യാറായിരിക്കില്ല. അപ്പം നിങ്ങളോട് ഓപ്പൺ അപ്പ് ആവണമെന്ന് വാശി പിടിക്കാനും പാടില്ല. കാരണം ചിലപ്പം അവരെന്തുകൊണ്ട് ഓപ്പൺ അപ്പ് ആവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം നിങ്ങളടുത്ത് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളടുത്ത് റിട്ടേൺ വരുന്ന
കാര്യം അവർ വിചാരിക്കുന്ന രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ചിലപ്പോൾ അവരെ ഡീമോട്ടിവേറ്റ്, അതായത് ആ പ്രശ്നം കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളും അതെന്താവും, അത് കേട്ട് ടെൻഷനാവും. അത് അവരിലേക്ക് വീണ്ടും ടെൻഷൻ കൂട്ടാണ് ചെയ്യുക. അപ്പോൾ അത് പേടിച്ചിട്ട് അവർ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, നിങ്ങളടുത്ത് ഓപ്പൺ അപ്പ് ആവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളടുത്ത് ഓപ്പൺ അപ്പ് ആവുന്നില്ല എന്നൊരു ഫീല് തോന്നുകയാണ്, ബട്ട് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അവർക്ക് ആരടുത്താണ് ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്നത് അവരോട് സംസാരിക്ക് എന്ന് അങ്ങോട്ടേക്ക് പറയുക. നിനക്ക്, അതായത് മോളെ അല്ലെ മോനെ, നിനക്ക് ആരോടാണോ കംഫർട്ട് ആയിട്ടുള്ളത് അവരടുത്ത് നീ ഓപ്പൺ അപ്പ് ആയി സംസാരിക്കുക. നിങ്ങൾ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഫുൾ ടൈം എന്നാ അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറയാണ്, ഒരു എക്സാം പോകുന്നതിന് മുമ്പ് നിങ്ങളെ കുട്ടികൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്, അവരൊരു ടെൻഷൻ എന്ന് പറയുന്നത്, എക്സാം ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കും, നിങ്ങൾക്ക് എന്ത് തോന്നും, നിങ്ങൾ വഴക്ക് പറയോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറയോ, നിങ്ങൾ വേറെ കോഴ്സ് എടുത്തോ എന്ന് പറയോ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അവർ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഒരു വിഭാഗം കുട്ടികൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അവരടുത്ത് സിമ്പിളി നിങ്ങൾ ഈ ഒരു സെന്റൻസ് പറഞ്ഞാൽ തന്നെ അവർ റിലാക്സ് ആവും. ഒരു കുഴപ്പമില്ല, നീ പറ്റുന്നത് ചെയ്തോടാ, ബാക്കി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പോട്ട്, കിട്ടിയില്ല അടുത്ത അറ്റംപ്റ്റിൽ നമുക്ക് ട്രൈ ചെയ്യാം എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം. നിങ്ങൾ അങ്ങനെ ഒരു സെന്റൻസ് പറയുന്നതോട് കൂടി അവർ കിട്ടുന്ന റിലാക്സേഷൻ വളരെ വലുതായിരിക്കും. അപ്പം നിങ്ങളെ മനസ്സിലാക്കേണ്ടത്, ഒറ്റ അറ്റംപ്റ്റിൽ CA പാസ്സായ ആൾക്കാർ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതായത് ഓരോ സ്റ്റുഡൻസും ഓരോ ലെവലാണ്. എക്സ്ട്രാ ഓർഡിനറി ഉണ്ട്, ഓവർ ആവറേജ് ഉണ്ട്, വീക്കായ കുട്ടികളുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻസ് ഒക്കെ ചിലപ്പോൾ ഒറ്റ അറ്റംപ്റ്റിൽ പഠിച്ച് പാസ്സായവരുണ്ടാവും. ബട്ട് മെജോറിറ്റി ആൾക്കാരും ഒന്നിൽ കൂടുതൽ എനിക്കറിയാം, ഫൗണ്ടേഷനൊക്കെ 4ഉം 5ഉം അറ്റംപ്റ്റ് എടുത്ത് പാസ്സായിട്ടും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇന്റർ പാസ്സായതും ഫൈനൽ പാസ്സായ ആൾക്കാരുണ്ട്. ഈവൻ SLC ഫെയിലായിട്ട് പോലും CA പാസ്സായ ആൾക്കാരുണ്ട് എൻ്റെ അറിവിൽ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഈ ഒരു അറ്റംപ്റ്റിലോ രണ്ടാമത്തെ അറ്റംപ്റ്റിലോ കിട്ടണമെന്ന് പ്രഷറൈസ് ചെയ്യാതെ അവരെ കൂളാക്കി നിർത്തിയിട്ട് എന്ത് ചെയ്യാം, അവർക്ക് വേണം, അവർക്കൊരു മോട്ടിവേഷൻ, നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാം. അപ്പം അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് സ്റ്റുഡൻസിൻ്റെ സൈഡിലേക്ക് വരാം. ഇപ്പം ഞാൻ തൊട്ട് മുമ്പ് നമുക്ക് ആ പോയിന്റിന് നോക്കാം. അതായത് നിങ്ങൾ കംഫർട്ട് സോണിലെ സബ്ജക്റ്റ് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കുട്ടീനെ പറ്റി പറയാം. കഴിഞ്ഞ അറ്റംപ്റ്റ്, അതായത് ജനുവരി അറ്റംപ്റ്റിൽ തൊട്ട് മുമ്പ് ആ കുട്ടി, ഞാനൊരു മെൻറ്റർഷിപ്പ് എൻ്റെ ക്യാമ്പിൽ ആ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി ആ കുട്ടിക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റ് പേപ്പർ 3 ആണ്. അതായത് മാത്സ്, സ്റ്റാറ്റി, ലോജിക്, റീസണിങ് വരുന്ന സബ്ജക്റ്റ്. അപ്പോൾ ആ കുട്ടി ആ സബ്ജക്റ്റ് ഞാൻ പഠിക്കാൻ വേണ്ടി കൂടുതലായിട്ട് അതിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് ആ കുട്ടി അതിന് തയ്യാറാവുന്നില്ല. കാരണം അവൾക്ക് കംഫർട്ട് ബാക്കിയുള്ള സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് ഈ സബ്ജക്റ്റ് പഠിച്ച് എന്നുള്ളൊരു കോൺഫിഡൻസോ സാറ്റിസ്ഫാക്ഷനോ കിട്ടുന്നില്ല. അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് ആ കുട്ടി സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ള പേപ്പേഴ്സാണ് നോക്കിക്കൊണ്ടിരുന്നത്. ബട്ട് ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത്, മറ്റുള്ള പേപ്പർ പാസ്സായി, ഈ പേപ്പറിൽ ഫെയിലായി. അതേ കുട്ടി ആ അറ്റംപ്റ്റിൽ എനിക്ക് റിസൾട്ട് വന്ന് ഫെയിലായപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഞാൻ ഡ്രോപ്പ് ചെയ്യാണ്, എനിക്ക് പറ്റില്ല. പിന്നെ ആ കുട്ടിനോട് പറഞ്ഞു, മാത്സ് നീ എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ ആദ്യത്തെ അറ്റംപ്റ്റിൽ ആ കുട്ടിക്ക് വന്ന പ്രശ്നം നിങ്ങളെന്താ, അവളെ കംഫർട്ട് സോൺ മാത്രം നോക്കി പഠിച്ചു. സെക്കൻഡ് അറ്റംപ്റ്റിൽ നമ്മൾ ക്യാമ്പോ കാര്യങ്ങളോ അറ്റൻഡ് ചെയ്തില്ല, സെൽഫായിട്ട് തന്നെ ചെയ്ത്. ബട്ട് ഓൺലൈനിൽ ഇടയ്ക്ക് എൻ്റെ ഹെൽപ്പൊക്കെ വന്നപ്പം ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ പ്രാവശ്യം നീ എന്തായാലും എന്ത് ചെയ്യണം, നിന്റെ കംഫർട്ട് സോണിന്ന് പുറത്തേക്ക് വരണം, നിനക്ക് പറ്റാത്ത സബ്ജക്റ്റിനായിരിക്കും നീ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ പറഞ്ഞു ആ ഒരു ഉപദേശം കുട്ടി കൊടുത്തു. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, കൂടുതലായിട്ട് മാത്സ് പേപ്പർ 3 എന്നുള്ള സബ്ജക്റ്റ് എന്ത് ചെയ്യാൻ തുടങ്ങി, നോക്കാൻ വേണ്ടി തുടങ്ങി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് റിസൾട്ട് വന്നപ്പോൾ സംഭവിച്ച മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവള് പേപ്പർ 3 പാസ്സായി. ബട്ട് മുമ്പ് അവളെ കംഫർട്ട് സോണിലായ ഒരു സബ്ജക്റ്റിൽ ആ കുട്ടി എന്തായി, ഫെയിലായി. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 10-14 മണിക്കൂർ കണ്ടിന്യൂസ്ലി ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല ഈ ഒരു കോഴ്സ് പാസ്സാവാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അതിൽ കുറേ കാര്യം, നിങ്ങളെ പ്ലസ് ഏതൊക്കെയാണ്, നിങ്ങളെ മൈനസ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ അതായത് ഇവൻ വെറും 9-10 മണിക്കൂർ, നിങ്ങളെക്കാളും കുറവ് മണിക്കൂർ ഇരുന്നവർ വരെ പാസ്സായി പോകുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾ അതൊക്കെ ആയിരിക്കും ആലോചിച്ച്, അതൊക്കെ കമ്പയർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ടെൻഷൻ അടിക്കുക. അപ്പം നിങ്ങൾ ആദ്യം നിങ്ങൾ എന്താന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതായത് ജസ്റ്റ് സിമ്പിളി ഞാൻ സ്റ്റുഡൻസിനെ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അതായത് ചില സ്റ്റുഡൻസിന് അവർക്ക് സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യാനോ അതിനൊന്നും പറ്റില്ല. അപ്പം അവർക്ക് എന്തായാലും ഒരു മെൻറ്റർഷിപ്പിൻ്റെ ആവശ്യമുണ്ട്.
കാരണം അവർക്ക് ഡെയിലി എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിച്ചാലാണ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക. ഒരു പക്ക എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് അവർക്ക് എന്ത് കിട്ടണം, ഒരു മെൻറ്റർഷിപ്പ് കിട്ടണം. അവർ ആ മെൻറ്റർ പറയുന്നത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ബട്ട് വേറൊരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്, അവർക്ക് സ്വന്തമായിട്ടൊരു വിഷൻ ഉണ്ടാവും, സ്വന്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാവും. അവരൊരിക്കലും മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് നിൽക്കില്ല, കേൾക്കാൻ നിൽക്കില്ല. അവരവരുടേതായ രീതിയിൽ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം, അവരൊരു മെൻറ്ററെ കീഴിലോ ഒരു മെൻറ്റർഷിപ്പ് ക്യാമ്പിലേക്കോ പോയിട്ട് കാര്യമില്ല. ബട്ട് അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെൽഫായിട്ടാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ പക്ക കോൺഫിഡൻ്റ് ആയിരിക്കണം. നിങ്ങളെ വീക്കും നിങ്ങളെ സ്ട്രോങ്ങും എങ്ങനെയൊക്കെ പഠിച്ചാൽ പാസ്സാവുന്നുള്ള കാര്യം പക്ക ഒരു വിഷൻ ഉണ്ടാവണം. അങ്ങനെ ഒരു വിഷൻ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിയുന്ന ഒരാളെ മെൻറ്റർഷിപ്പ് എങ്ങനെ പാസ്സായ ക്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ എന്ത് ചെയ്യണം, അന്വേഷിച്ചേ പറ്റുള്ളൂ. സോ തൽക്കാലം ആ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ എന്താ നിങ്ങളെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതേപോലെ നിങ്ങൾക്ക് പല പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഇതിൽ ഞാൻ വളരെ കുറച്ച് പ്രോബ്ലംസ് മാത്രം അഡ്രസ്സ് ചെയ്തിട്ടുള്ളൂ. കുറേ പ്രോബ്ലംസ് ഉണ്ട്, പല കുട്ടികളും പല രീതിയിൽ ഫേസ് ചെയ്യുന്നത് എനിക്കറിയാം. സോ എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്താ ഫീൽ ഫ്രീ ടു ടെക്സ്റ്റ് മീ. സോ ബൈ.